ഇന്ന് ഏറ്റവും വിഷമകരമായ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മീന സിജിൻ യൂട്യൂബ് ചാനൽ. ഇന്നൊരു മിനി വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഏറ്റവും വിഷമകരമായ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. 3 ദിവസം കൊണ്ട് ട്രിവാൻഡ്രത്ത് നിർത്താതെയുള്ള മഴയും കാറ്റുമാണ്. രാത്രി കറണ്ട് പോലും ഇല്ല. ആ ഒരു ടൈമിലാണ് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഫ്രെയിം കാറ്റത്ത് മറിഞ്ഞു പോയത്. അതിലായിരുന്നു നമ്മൾ പാഷൻ ഫ്രൂട്ടും ഗ്രേപ്പിൻ്റെയും വള്ളിയൊക്കെ പടർത്തി വിട്ടിട്ടുണ്ടായിരുന്നത്. പാഷൻ ഫ്രൂട്ട് ഇപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നല്ല സങ്കടമുണ്ട് ഗായ്സ്. കാരണം ഒരു ദിവസത്തെ പരിശ്രമത്തിലാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ട് പോയി. ഇനി ഇതിവിടെ നിർത്താൻ പറ്റത്തില്ല. കാരണം ഇനിയൊരു കാറ്റ് വീശുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മറിഞ്ഞു പോവും. നമ്മൾ ബിയർ കുപ്പിക്കകത്ത് മണി പ്ലാന്റ് ഇട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കംപ്ലീറ്റ് നശിച്ചു. ഇപ്പോഴും ഇതിൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഇതാണ്. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് അപ്പുറത്തെ സൈഡേക്ക് മറിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് എടുത്ത് മാറ്റണം. കുപ്പിയെല്ലാം എടുത്ത് മാറ്റണം. അത് കസിന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് മണി പ്ലാന്റ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാം ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം ഗൈസ്. നല്ല സങ്കടമുണ്ട്. കാരണം നല്ല ഭംഗിയായിരുന്നു ഇത് കാണാൻ. ഇനി ഇതെല്ലാം എടുത്ത് മാറ്റണം ഗൈസ്. അപ്പോൾ ഇനി അവൾ വന്നിട്ട് കാണാം. ഗായ്സ്, ഈ ഒരു മഴ കാരണം എല്ലാവർക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീട്ടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു റബ്ബർ മറിഞ്ഞു വീണ് കിടക്കുകയാണ്. അതുമല്ല, പാടത്ത് വാഴ നട്ട് വിട്ടിട്ടുള്ളവരവസ്ഥ തികച്ചും ദയനീയമാണ്. കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയി. അവർക്ക് അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നഷ്ടപ്പെട്ടത്. അങ്ങനെ ഗായ്സ്, കസിൻ വന്നിട്ടുണ്ട്. അവൾക്ക് ആവശ്യമായിട്ടുള്ള ബിയർ കുപ്പിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൾ വീട്ടിൽ മണി പ്ലാന്റ് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ പിന്നാലെ വരുന്നതായിരിക്കും. പിന്നെ അവൾ ഇവിടെ നിന്ന് അവൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സും എടുക്കുന്നുണ്ട്. കാരണം 2 ദിവസം കഴിയുമ്പോൾ ഇവിടെ വൃത്തിയാക്കാനായിട്ട് ആൾ വരും. അപ്പോൾ ഇവിടുത്തെ പ്ലാന്റ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വെട്ടിക്കളയും. പിന്നെ നമ്മൾ കുഴിപ്പള്ളത്ത് പോയപ്പോൾ കുറച്ച് ചെടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇവിടെ നട്ടുപിടിപ്പിക്കണം. അങ്ങനെ അവൾക്ക് ആവശ്യമുള്ളതെല്ലാം എടുത്തിട്ടുണ്ട്. അങ്ങനെ അവൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. ഈ വ്ളോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് അറിയിക്കാൻ മറക്കരുത്. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഗൈസ്.